ചുമ്മാ ഒരു ടോക്ക്. അതെ. രാത്രി ഉറക്കം വരുന്നില്ല. അതെ. ചിലപ്പോൾ തന്നെ കിടന്നുറങ്ങണം, ചനി കണ്ണിന് വേദനയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചില ആൾക്കാരെ നോട്ടീസിലുണ്ട്. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ട്, നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്മാർട്ടാവണം, മനസ്സിലില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയും, മനസ്സിലല്ലേ. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ചുമ്മാ സംസാരിക്കുക, നമ്മുടെ മനസ്സ് വെച്ച് സംസാരിക്കുകയാണ്. പക്ഷേ ചില ആൾക്കാർ സ്മാർട്ടാകാൻ വേണ്ടി തന്നെ സംസാരിക്കും, മനസ്സിലില്ലേ, ഒന്ന് താഴ്ത്താൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രേസ്ലെസ് ആയ ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കാരണം ഇന്ന് ഞാൻ വന്നിട്ട് പലവരോടും അധികം സംസാരിക്കാറില്ല, മനസ്സിലില്ലേ, അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിലില്ലേ. അതെ. കൺട്രോൾ ചെയ്യാൻ നോക്കുക, ജലസ്നെസ്, അത് ഇത് ആൾക്കാരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനെ പോലും അധികം കേട്ടിട്ടില്ല. എന്നുവെച്ചാൽ ഒരു സ്വഭാവം ഇല്ലാത്തവനാണെങ്കിൽ അവൻ എന്തും ചെയ്യാം, മനസ്സിലില്ലേ. ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം അവൻ്റെ കയ്യിൽ ഉണ്ടാകത്തില്ല. ഒരു സ്വഭാവം ഇല്ലാത്തവൻ അത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവൻ അടിച്ചുകൊണ്ട് പോകും, മനസ്സിലില്ലേ. വല്ല കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോടീശ്വരനാണെങ്കിൽ സ്വഭാവം ഉണ്ടാവണമെന്നുണ്ടോ, മനസ്സിലില്ലേ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഉണ്ടെങ്കിൽ തന്നെ ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലില്ലേ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ എന്നാൽ ഒരു കാറ് വാങ്ങും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കാറ്. അതെ, എൻ്റെ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി അത്. അതെ. എനിക്ക് പെട്ടെന്ന് സ്ട്രെസ് വരും. അതെ, ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ. അതെ, അപ്പം കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ കാറ്, വീട്. പക്ഷേ ബാക്കി ഇനിയും കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ആൾക്കാർക്ക് കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുക, മനസ്സിലില്ലേ. അല്ല ഈ പൈസ ബാങ്കിൽ വെച്ചിട്ട് തന്നെ കാര്യം, മനസ്സിലില്ലേ. അല്ല ആവശ്യത്തിന് ഓക്കെ. എനിക്കിപ്പോൾ ഒരു ഷെൽട്ടർ, കുറച്ച് പൈസ, നല്ല പൊറോട്ടയും ബീഫും കഴിക്കുക, നല്ല സ്മോക്ക് ചെയ്യുക, നല്ല ഡ്രിങ്ക് ചെയ്യുക, അതിനുള്ളൊക്കെ പൈസ പോരാ. ബാക്കിയുള്ള പൈസ നമുക്ക് വന്നിട്ട് ആരെങ്കിലും ഹെൽപ്പോ, നമ്മൾ ലൈഫിൽ എല്ലാവരും മീറ്റ് ചെയ്യുന്നില്ലല്ലോ, മനസ്സിലില്ലേ. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ്, മനസ്സിലില്ലേ. അപ്പോൾ ആ ആൾക്കാർ